ഫ്രണ്ട്സ് ദ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഒരു ഗീവ് അവേൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പലവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗീവ് അവേൻ്റെ എന്താണ് പ്ലാൻസ് കൊടുക്കുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഞാനിവിടെ കൊടുത്തത് ഗീവ് അവേക്ക്. പിന്നെ കൂടുതൽ പേര് എന്നോട് കുറച്ച് നാൾ മുമ്പ് ഈ ഓൺലൈനായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുമ്പോൾ അയക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിലുള്ള കൊറിയറിൻ്റെ ചെയ്യേണ്ട രീതികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു രണ്ടും കൂടെ ആയിട്ടൊന്ന് ലിങ്ക് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ, എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഗീവ് അവേക്ക് കൊടുത്തത് ഒരു ഫിറ്റോണിയ വെറൈറ്റി ഉണ്ടായിരുന്നു ആ ഒരു കോംബോയിൽ. പിന്നെ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹവോർത്തിയ ടൈപ്പ്, ഒരു സക്കുലൻ്റ് ടൈപ്പ് ഹവോർത്തിയ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സക്കുലൻ്റ് വെറൈറ്റിയിൽ പെട്ട ഒരു അലോയി ടൈപ്പും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ഗീവ് അവേ പ്ലാൻസിൽ. പിന്നെ ഉണ്ടായിരുന്നത് 2 കാക്ടസ് ആയിരുന്നു. നമ്മുടെ ഗീവ് അവേയിൽ ഞാൻ പറഞ്ഞതുപോലെ 3 പേർക്കായിരുന്നു ഞാൻ ഈ ഒരു പ്ലാൻസ് ഗിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ 3 പേർക്കുള്ള 5 പ്ലാൻസ് അടങ്ങുന്ന 3 പേർക്കുള്ള സെറ്റ് ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്? ഇപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചതായിരുന്നു ഈ ഒരു ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുമ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പോട്ടിലൊക്കെയാണ് അയക്കുന്നത്, പോട്ടിലുള്ള പ്ലാൻസ് ആണ് അയക്കുന്നതെങ്കിൽ അതിൻ്റെ മണ്ണ് വരുന്ന ഭാഗത്ത് ഇതുപോലത്തെ എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ കോട്ടനോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും മാസ്കിംഗ് ടേപ്പൊക്കെ യൂസ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിപ്പോൾ ഈ കൊറിയർ ചെയ്യാൻ നേരം എന്തെങ്കിലും കുലുക്കങ്ങളൊക്കെ വരാൻ നേരം അതിൻ്റെ ഉള്ളിലുള്ള പോട്ടി മിക്സും പ്ലാന്റ് ഒന്നും ഇളകി പുറത്തേക്ക് പോരാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഇളക്കങ്ങളും കാര്യങ്ങളും തട്ടിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് ഒക്കെ ആ പോട്ടിൻ്റെ അകത്ത് നിന്ന് ഈസി ആയിട്ട് തന്നെ പുറത്തോട്ട് ഊരി ആകെ കുഴഞ്ഞു മറിഞ്ഞ് നാശമായിട്ടേ നമ്മൾ കൊടുക്കുന്ന ഒരാളുടെ കയ്യിൽ എത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പോട്ടിൽ അയക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ എല്ലാ പ്ലാന്റ്സും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പേപ്പറൊക്കെ അതിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്ത് സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സ് നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡ് റോൾ ചെയ്തെടുക്കണം, കാർഡ്ബോർഡ് ഷീറ്റിൽ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ റോൾ ചെയ്യാം. അത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഏകദേശം ആ ഒരു പ്ലാന്റിൻ്റെ ഹൈറ്റ് വരുന്ന രീതിക്കുള്ള ഒരു ചട്ടിയും ആ ഒരു പ്ലാന്റിൻ്റെ ഹൈറ്റ് വരുന്ന രീതിക്കാണ് ഒരു ഷീറ്റ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ടൈറ്റായിട്ട് ചട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളകാത്ത രീതിക്ക്, ഉരിപ്പോരാത്ത രീതിക്ക് തന്നെ ആ ഒരു ഷീറ്റ് റോൾ ചെയ്തിട്ട് അതൊന്ന് റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നതിന് മുന്നത്തെ ദിവസം തന്നെ വെള്ളമൊക്കെ കുറച്ചായിട്ട് നമ്മൾ നനച്ചു കൊടുക്കുക. ഓവറായിട്ട് വാട്ടർ ചെയ്യരുത്. വാട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബോക്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അതിൻ്റെ അകത്ത് വാട്ടർ കണ്ടന്റ് നിന്നിട്ട് പ്ലാന്റ്സ് അവിഞ്ഞു പോകാനും ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വെള്ളം അല്പം തലേ ദിവസം ഒന്ന് നനച്ചു കൊടുത്താൽ മതി. നമ്മൾ അയക്കണ ദിവസമൊന്നും വെള്ളം നനക്കാതിരിക്കുക. പിന്നെ ഈ ഒരു കൊറിയറിൻ്റെ വെയിറ്റ് കൂടാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാർഡ്ബോർഡ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാർഡ്ബോർഡ് റോൾ ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇപ്പോൾ എങ്ങനെ ഇത് തലകുത്തി ഇരുന്നാലും ഈ ഒരു പ്ലാന്റിന് ഒരു കുഴപ്പവും പറ്റില്ല, ഒരു ഒടിവോ ചതവോ ഒന്നും വരില്ല. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ എല്ലാ പ്ലാന്റ്സും കാർഡ്ബോർഡ് ഷീറ്റിൽ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ തന്നെ കാണാം പ്ലാന്റ്സ് എല്ലാം നല്ല സേഫായിട്ട് ഇരുന്നോളും. എങ്ങനെ നമ്മളിപ്പോൾ ഒരു ബോക്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ അത് തലകുത്തി ഇരുന്നാലും എങ്ങനെ ആട്ടിയാലും കുലിക്കാലും ഒന്നും പ്ലാന്റ്സിന് ഒരു കുഴപ്പവും പറ്റില്ല, നല്ല സേഫായിട്ട് തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഇതൊന്ന് ബോക്സിലാക്കണം. അപ്പോൾ ബോക്സിലാക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതും കൂടെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്ലാന്റ്സ് ഫിറ്റ് ആവുന്ന രീതിക്ക് ഒരു സൈസൊത്ത് നല്ലൊരു ബോക്സ് നോക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് പേപ്പർ ഇടുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് വരികയാണെങ്കിൽ നമ്മുടെ പുറമേയുള്ള ബോക്സിന് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. ഇനി നമുക്ക് പ്ലാന്റ്സ് ഓരോന്നായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് അടുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ തന്നെ അടുക്കി ഒതുക്കി വെക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പറും കൂടെ വെച്ചൊന്ന് സ്റ്റഫ് ചെയ്യണം. അതായത് ഈ പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടിക്കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൊറിയർ ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും ആട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കുലുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ന്യൂസ് പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി അടുത്തത് പറയാനായിട്ടുള്ളത് ഒരു ചെറിയൊരു ടിപ്പ് മാത്രമാണ്. നമ്മൾ പ്ലാന്റ്സ് ഒക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ സ്പേസ് ഒക്കെ ഇങ്ങനെ മുകളിലോട്ട് വെറുതെ കിടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ അവിടെ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് ബോക്സ് മടക്കി പാക്ക് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെ ബോക്സ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വോളിയം കുറക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് കൊറിയർ ചെയ്യാൻ നേരം നമ്മുടെ ഒരു കൊറിയർ ചാർജ് അവർ കാൽക്കുലേറ്റ് ചെയ്യണത് ഇതിൻ്റെ വെയിറ്റ് മാത്രം നോക്കിയിട്ടല്ല, ഈ ഒരു ബോക്സിൻ്റെ ഹൈറ്റും വിഡ്ത്തൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ ഒരു കൊറിയർ ചാർജ് അവർ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പം നമ്മൾ ഇതുപോലെ ഫ്രീ ആയിട്ട് കുറേ സ്പേസ് വിട്ടിട്ട് ബോക്സിൻ്റെ വലിപ്പം കൂട്ടിക്കഴിഞ്ഞാൽ കൊറിയർ ചാർജും അതുപോലെ കൂടും. അപ്പോൾ നമുക്ക് അവിടെ ഒരു നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെ വെട്ടി ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊറിയർ ചാർജ് നമുക്ക് അവിടെ ലാഭകരമാക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഈ പ്ലാന്റ്സിന്, നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത പ്ലാന്റ്സിന് കുറച്ച് എയർ കിട്ടാൻ, ഒരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അധികം വലിപ്പമുള്ള ഹോൾസ് ഒന്നും വേണ്ട. നമുക്ക് കേരളത്തിൻ്റെ ഉള്ളിൽ അയക്കുന്നതാണെങ്കിൽ എന്തായാലും ഒരു 3-4 ദിവസം കൊണ്ട് കിട്ടും. അപ്പോൾ ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 3 പേർക്കുള്ള, നമ്മുടെ ഗീവ് അവേ ഗിഫ്റ്റ് 3 പേർക്കുള്ളത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി കൊറിയർ അയച്ചാൽ മതി. നമുക്കിതിൽ അഡ്രസ്സ് എഴുതി, കറക്റ്റായിട്ട് അഡ്രസ്സൊക്കെ എഴുതി കൊറിയർ അയക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ കണ്ടൊരു വീഡിയോയിൽ നിന്ന് ഈ ഒരു പാക്കിങ്ങിൻ്റെ രീതിയൊക്കെ കണ്ടതിന് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെയാണ് നമുക്ക് ഈ ഓൺലൈൻ സെയിൽ ചെയ്യുമ്പോൾ പ്ലാന്റ്സ് പാക്ക് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറേ സുഹൃത്തുക്കൾ ഗീവ് അവേ കിട്ടാത്തവരുണ്ട്. അപ്പോൾ അവരാരും വിഷമിക്കേണ്ട. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഗീവ് അവേസ് ഒക്കെ വേണമെന്നുള്ളത്. എന്തായാലും നമ്മൾ ഇനിയും ഗീവ് അവേസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നല്ലപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.